പ്രോൺ വോണ്ടൻ. പേര് കേട്ടാരും പേടിക്കണ്ട കേട്ടോ. ഈ സ്നാക്ക് വെറും 2 സ്റ്റെപ്പിൽ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം. ഒരു ഫില്ലിങ് റെഡിയാക്കി ഷീറ്റിൽ റോൾ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടി 250 ഗ്രാം പ്രോൺസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാഡ് സ്മെല്ല് പോവാനായിട്ട് 15 മിനിറ്റ് മഞ്ഞളിലും ഉപ്പിലും സോക്ക് ചെയ്ത് നന്നായി കഴുകിയെടുത്തതാണ്. നമ്മളിവിടെ വളരെ കുറച്ച് പ്രോൺസാണ് എടുത്തത്, അതുകൊണ്ട് ഒരു ഉള്ളിയുടെ പകുതി മതി. 2 ടേബിൾ സ്പൂൺ മല്ലിയില, 2 പച്ചമുളക്, എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം, 1 ടീസ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ ചില്ലി സോസ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഇനി അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചെമ്മീൻ ചെറിയ പീസായി കട്ട് ചെയ്ത് ബൗളിലിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഷീറ്റിലോട്ടിട്ട് റോൾ ചെയ്തെടുക്കാം. ഞാനിവിടെ റെഡിമെയ്ഡ് സമൂസ ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. ഇത് 3 ഈക്വൽ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇനി റെഡിമെയ്ഡ് ഷീറ്റ് ഇല്ലാത്തവർക്ക് വീട്ടിൽ തന്നെ മൈദ വെച്ച് സമൂസ ഷീറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ബാക്കിയുള്ള ഷീറ്റും കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. വളരെ കുറച്ച് ഫില്ലിങ് മാത്രം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ആഡ് ചെയ്യരുത്. കൂടുതൽ ആഡ് ചെയ്താൽ ഇത് റോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഫില്ലിങ് ഇട്ടതിന് ശേഷം 4 ഭാഗത്തും ഇതുപോലൊരു ബ്രഷ് വെച്ചിട്ട് എഗ്ഗ് വാഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 സൈഡിലും ഇതുപോലെ മടക്കിയെടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഷേപ്പ് കിട്ടിയതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ പ്രസ് ചെയ്ത് ഉള്ളിലോട്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡിലും കൂടെ എഗ്ഗ് ബ്രഷ് ചെയ്തതിന് ശേഷം ഒട്ടിച്ചെടുക്കാം. ഇതാണ് നമ്മളെ വോണ്ടൻ്റെ ഷേപ്പ്. ആദ്യം 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നീട് അത് ഈസി ആയിക്കോളും. ബാക്കിയുള്ള ഷീറ്റും കൂടെ ഇതുപോലെ ഫില്ല് ചെയ്ത് ഷേപ്പ് ആക്കിയെടുക്കാം. ഇനി ഇത് ചൂടായ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഉള്ളിലുള്ള പ്രോൺസ് നമ്മൾ വേവിക്കാതെ എടുത്തുകൊണ്ട് ആരും പേടിക്കൊന്നും വേണ്ട. നമ്മൾ നന്നായി മിക്സിയിലിട്ട് അരച്ചെടുത്തുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. എന്നാലും ലോ ഫ്ലെയിമിലിട്ട് കുറച്ചധികം ടൈം എടുത്തിട്ട് ഇതുപോലെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇത് ടിഷ്യൂലോട്ട് മാറ്റിയെടുക്കാം. സോ നമ്മൾ പ്രോൺ വോണ്ടൻ ഇവിടെ റെഡിയാണ്. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് തന്നെ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.